മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായ ദുരന്തം അത് ഉരുൾപൊട്ടല അല്ല, ചെറിയ ഭൂകമ്പമാണ് എന്ന് പറയുന്ന സീസ്മോളജിസ്റ്റുകളും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ഈ നാട്ടിലുണ്ട്. അവരങ്ങനെ പറയുന്നുണ്ട്. അത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. കാരണം കേരളം മൊത്തത്തിൽ ഒരു സിസ്മിക് ഏരിയയാണ്. നമ്മൾ തന്നെ പ്രകൃതിയെ നശിപ്പിച്ചതുകൊണ്ടാണ്. ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്ത്, ലോറികൾ കൺസ്ട്രക്ട് ചെയ്ത്, വനം പട്ടി നശിപ്പിച്ച്. Microphone plug out. Microphone plug in. അപ്പോൾ പ്രകൃതിക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു ശ്രമമാണ്, അതിനുള്ള സൂചനകളാണ് കേരളത്തിലുടനീളം കാണുന്നത്. കാരണം കേരളത്തിൻ്റെ പരിസ്ഥിതി ആകെ തകിടമറിഞ്ഞു. മനുഷ്യൻ്റെ ഇൻ്റർവെൻഷനാണ്. ഇപ്പോൾ ശുദ്ധജലം കടലിലേക്ക് ചെന്നില്ലെങ്കിൽ കടലിലെ കോടാനുകോടി ജീവി വർഗങ്ങൾ നശിക്കും. സീവീഡ്സ് ഉണ്ടാകത്തില്ല. കടൽപ്പായലുകൾ ആരോഗ്യത്തോടെ വളർന്നില്ലെങ്കിൽ ലോകത്ത് ഓക്സിജൻ ഉണ്ടാവില്ല. ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങി, കുപ്പിവെള്ളം വാങ്ങുന്ന പോലെ നമ്മൾ ഓക്സിജൻ കുപ്പിയിൽ വാങ്ങിക്കേണ്ട അവസ്ഥ വരുമെന്ന് പറഞ്ഞു തുടങ്ങി. നമ്മുടെ കേരളം എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണം, 38,863 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ സ്ഥലമാണ്. അതിൻ്റെ ഒരു വശത്ത് സഹ്യപർവ്വതവും മറുവശത്ത് അറബിക്കടലുമാണ്. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു, സ്പോട്ട് ചെയ്തു എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയാസ്. പക്ഷെ എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കേരളം as a whole is ecologically sensitive area. നമ്മൾ ഫ്ലൈറ്റിൽ വരുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മുകളിൽ ഫ്ലൈറ്റ് കുറച്ച് നേരം വട്ടമിട്ട് പറക്കും. താഴേക്ക് നോക്കിയാൽ കുഴികളാണ്, കാറുകൾ. നമ്മൾ പഴം മേടിക്കുന്നത്, പച്ചക്കറി മേടിക്കുന്നത്, പാല് വാങ്ങുന്നത്, ഇറച്ചി വാങ്ങുന്നത്, മുട്ട വാങ്ങുന്നത് എല്ലാം തമിഴ്നാട്ടിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ്. എന്തുകൊണ്ട് കല്ലും നമുക്ക് വാങ്ങിച്ചു ഇവിടെ തന്നെ ഇട്ട് കുഴിക്കണോ? ഇവിടെ തന്നെ ഇട്ട് കുഴിക്കണോ? നമ്മൾ കുഴിക്കുന്നത് നമ്മുടെ നെഞ്ചത്താണെന്ന് തിരിച്ചറിയണം. എത്ര ക്വാറികളാണ് നാട്ടിലുള്ളത്? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 5000-ഓളം ക്വാറികൾക്ക് പെർമിറ്റ് കൊടുത്തു. എല്ലാം പ്രവർത്തിക്കുന്നൊന്നുമില്ല. പലതും പ്രവർത്തിച്ചിരുന്നു. കുഴിക്കാവുന്നിടത്ത് മാക്സിമം കുഴിച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതായാലും അതൊരു വലിയ സബ്ജക്റ്റാണ്. ഞാൻ അനുശോചനം, അതായത് മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ നമ്മുടെ സഹോദരങ്ങളാണ് മരിച്ചത്, നമ്മുടെ മക്കളാണ്, മാതാപിതാക്കളാണ് മരിച്ചത്. ഇപ്പോഴും മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നതും അവരാണ്. നമ്മൾ കുറ്റവാളികളാണ്. നമുക്ക് ആ രക്തത്തിൽ പങ്കുണ്ട്. നമുക്ക് ആർക്കും അതിൽ നിന്ന് മോചനമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാവുന്ന കാര്യം അവരെ പ്രതി ഓർത്ത് കരയുക എന്നുള്ളതാണ്. മണിസാർ വാ. ശ്രീ RBS മണി അദ്ദേഹത്തെ ഈ അനുശോചനം രേഖപ്പെടുത്താനായിട്ട് ക്ഷണിക്കും.